തുടർന്ന് അതിവിശിഷ്ടമായ ചടങ്ങിന്റെ ഊഴം ഹാൻഡ്സ് ഓവർ കീ. അതിഥികളും ആതിഥേയരും സിംബോളിക് കീ ബാക്ക് ഡ്രോപ്പിലേക്ക് ചേർത്ത് വെച്ചതോടെ ധന്യ നിമിഷങ്ങൾ പൂർണ്ണതയിലേക്ക് ചേക്കി. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ബഹുമാനി MP ജനാബ് PV അബ്ദുൽ വഹാബ് ഗ്രീൻ ലീവ്സിന്റെ പുതിയ അവകാശികളെയും സദസ്സിനെയും ആശംസകളാൽ ധന്യമാക്കി. ഈ സമുച്ചയത്തിൽ താമസിക്കാൻ ഭാഗ്യം ലഭിച്ച ഈ വീടിൻ്റെ ഉടമകളെ, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. ഈ പരിപാടിയിൽ പങ്കെടുക്കാനും നിങ്ങളൊക്കെ കാണാനും പല പുതിയ ആളുകളുമായി പരിചയപ്പെടാനും സാധിച്ചത് ദൈവാനുഗ്രഹമായി കരുതുന്നു. ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുക, അതും സമയത്തിനകം, അതും നമ്മുടെ കേരളത്തിൽ എന്നത് വലിയ ഒരു സംഭവം തന്നെയാണ്. പ്രത്യേകിച്ച് നിയമത്തിൻ്റെ നൂലാമാലകളും ബ്യൂറോക്രസിയുടെ എല്ലാ ബുദ്ധിമുട്ടുകളും ദിനം പ്രതി എന്നോണം അനുഭവിക്കുന്ന നമുക്ക്, പ്രത്യേകിച്ച് ഈ മേഖലയിൽ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ തങ്ങളുടെ കടമ നിറവേറ്റാനും അല്ലെങ്കിൽ വാഗ്ദത്തം പാലിക്കാനും സാധിച്ചു എന്നുള്ളത് ട്രീജി ബിൽഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളവും നമുക്കൊക്കെയും വളരെ അഭിമാനകരമായ ഒരു സംഗതിയാണ്. പ്രോജക്റ്റ് നമ്മൾ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ പ്രതീക്ഷകളും നമ്മുടെ ഉത്കണ്ഠകളും ആകാംക്ഷകളും ഒക്കെ നമ്മളിതൊക്കെ ഈ ദിവസത്തിനും വേണ്ടി, അവസാനത്തെ ദിവസത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരാണ്. ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇവിടെ ഇത്തരമൊരു ഭംഗിയായ ഒരു പ്രോജക്റ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് കണ്ണുകൾക്ക് ഇമ്പം നൽകുന്ന ഒരു പ്രോജക്റ്റ്. അതിൻ്റെ MD ഇവിടെ ഉണ്ട്. ചെയർമാൻ തൻ്റെ കമ്മിറ്റ്മെന്റ് ഒന്നുകൂടി ഉറപ്പിച്ചുകൊണ്ട്, അഥവാ തങ്ങളുടെ പ്രോജക്റ്റിന്റെ അടുത്ത സ്റ്റെപ്പിനേക്കുള്ള വിദേശത്തിരുന്നു കൊണ്ട് കൂടുതൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അത് കേൾക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ ഈ പ്രോജക്റ്റിലെ കമ്മിറ്റ്മെന്റ് ഒന്നുകൂടി മനസ്സിലാകും. സാധാരണ ഞങ്ങളൊക്കെ ചെയ്തത്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വരാറാ ചെയ്തിട്ടുള്ളത്. ആ അബദ്ധം നമ്മുടെ മുഹമ്മദ് അലിക്കില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു വിശേഷമായി ഞാൻ കാണുന്നത്. അതുകൊണ്ടായിരിക്കണം ഈ പ്രോജക്റ്റ് ഈ സമയത്തിന് തീർക്കാൻ അവർക്ക് സാധിച്ചത്. ഇനിയും അവരുടെ പ്രോജക്റ്റുകൾ തങ്ങളുടെ കസ്റ്റമേഴ്സിനുള്ള അവരുടെ എല്ലാ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ പരിപൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇതിനിയും മേലിൽ ധാരാളം കസ്റ്റമേഴ്സിന്, സംതൃപ്തരായ കസ്റ്റമേഴ്സിന് അവർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ കസ്റ്റമേഴ്സിന്റെ എല്ലാ ആഗ്രഹങ്ങളും ഇനിയുണ്ടാകുന്ന പ്രോജക്റ്റ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന അടുത്ത 1-2 വർഷക്കാലം പ്രത്യേകിച്ച് ഉണ്ടാകുന്ന എല്ലാ അവരുടെ അതിലെ പോരായ്മകളെയും അല്ലെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെയൊക്കെ തരണം ചെയ്യുവാനും ഇവരുടെ സന്തോഷം, ഈ സന്തോഷം, ഇവരുടെ മുഖത്തുള്ള സന്തോഷം ഇന്ന് നിലനിൽക്കുന്ന രൂപത്തിൽ ഇവർക്ക് ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഈ താക്കോൽദാന കർമ്മം ഔദ്യോഗികമായി നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇനി ട്രീജി ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് എന്ന മഹൽ പ്രസ്ഥാനത്തിന്റെ ചാലക ശക്തികളായ ടീം മെമ്പർമാർക്കുള്ള എക്സലൻസി അവാർഡ് സമർപ്പണം. ചീഫ് ആർക്കിടെക്ട് ബ്രിജേഷ് ഷൈജൽ, പ്രൊജക്ട് മാനേജ്മെന്റ് കൺസൾട്ടന്റ് ജീഷ് വെൺമരത്ത്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ നിഷ ഇസ്ഹാഖ്, മാർക്കറ്റിംഗ് ഓഫീസർ സുരേഷ്, പ്രൊജക്ട് എഞ്ചിനീയർ സലീം, സൈറ്റ് എഞ്ചിനീയർ ജംഷീദ്, സൈറ്റ് എഞ്ചിനീയർ സഹൽ, സൈറ്റ് സൂപ്പർവൈസർ റഹ്മത്ത്, സ്റ്റോർ കീപ്പർ നൌഷാദ്, ചീഫ് അക്കൗണ്ടന്റ് ആയിഷ നിഷാദ്, അക്കൗണ്ടന്റ് മുഹമ്മദ് ഷാഫി, റിസപ്ഷനിസ്റ്റ് നസീറ, കോൺട്രാക്ടേഴ്സ് ഫസൽ ARC കൺസ്ട്രക്ഷൻ, അബ്ദുൾ റഷീദ്, പെൻഡ കൺസ്ട്രക്ഷൻ എന്നിവർക്കുള്ള പ്രശസ്തി പത്രങ്ങൾ ബഹുമാന്യ MP യും മാനേജിംഗ് ഡയറക്ടറും ചേർന്ന് വിതരണം ചെയ്തു.